കഴിഞ്ഞ ശനിയാഴ്ചയാണ് മാധ്യമപ്രവർത്തകനായ സിദ്ദീഖ് കാപ്പനെ അന്വേഷിച്ചുകൊണ്ട് പോലീസ് വീട്ടിൽ വരുന്നതും രാത്രിയോടുകൂടി ഒരു പോലീസ് സംഘം വീട്ടിൽ പരിശോധനയ്ക്ക് വരുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് പോലീസ് വന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കുടുംബം ആശങ്കയിലായിരുന്നു, എന്തിനു വേണ്ടിയാണ് പോലീസ് വരുന്നതെന്ന് സംബന്ധിച്ച്. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ സിദ്ദീഖ് കാപ്പൻ്റെ ഭാര്യ റൈഹാനത്ത് DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് പരാതി നൽകിയിരിക്കുന്നത്? എന്താണ് പരാതിയിൽ പറയുന്നത്? പരാതി പറയുന്നത് അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, ആ സമയത്ത് ഇവിടെ സാധാരണ കേരള പോലീസിനൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അന്ന് 6:30 സമയത്ത് വന്നപ്പോൾ കാപ്പൻ ഇവിടെ ഉണ്ട്, കാപ്പനോടാണ് സംസാരിച്ചിട്ടുള്ളത്. പിന്നെ അതിനുശേഷം അവർ 12 മണിൻ്റെ ശേഷം വരിക എന്ന് പറയുമ്പോൾ നമുക്കതിലൊരു പൊരുത്തക്കേട് തോന്നി. 12 മണിൻ്റെ ശേഷമാണല്ലോ വരുന്നത്. അപ്പോൾ അതെന്താന്നുള്ള ഒരു ടെൻഷനായിട്ട് വക്കീലിനെ നമ്മൾ വിളിച്ചു. അപ്പോൾ അവരും പറഞ്ഞു അതൊരു 12 മണിന് ശേഷം വരിക എന്ന് പറഞ്ഞാൽ അതൊരു എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് ശരിയല്ല എന്ന് പറഞ്ഞു. മാധ്യമ സുഹൃത്തുക്കളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് ഞങ്ങളൊന്നും ഉറങ്ങിയിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ 2.5 വർഷം അനുഭവിച്ചതാണ്. പല കാരണം എനിക്കറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ഒരു കാര്യമില്ലാതെ ഒരുപാട് അനുഭവിച്ചതാണ്. അപ്പോൾ ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങളോ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ട് ഇനിയൊരു കേസ് വരാനാണോ എന്തെങ്കിലും പെടുത്താനാണോ എന്നൊക്കെയുള്ള സംശയം സ്വാഭാവികമായിട്ടും എനിക്കുണ്ടാവും. ഞാൻ അനുഭവിച്ചതുകൊണ്ട് ഒരു കാര്യമില്ലാതെയാണ് ഇത്രയും കേസുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും പോലീസിനെ എന്തെങ്കിലും കേസിൽ പെടുത്താനോ അല്ലെങ്കിൽ അങ്ങനെ എന്താന്നൊക്കെ ഉള്ളൊരു സംശയം എനിക്ക് വന്നു. അതുകൊണ്ടാണ് ഞാൻ DGPക്ക് പരാതി കൊടുക്കാൻ കാരണം. എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു സാഹചര്യം ഇനി ഉണ്ടാവരുത്. എന്താ വെച്ചാൽ കുട്ടികളൊക്കെ ഉള്ളതാണ്. വീട്ടുകാരൊക്കെ എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ കുറേ ദിവസമായിട്ട് ഇപ്പം അതിന് ശേഷം ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം. അപ്പോൾ വീണ്ടും അവർ ആ ടെൻഷനിലേക്കും അനുഭവിച്ചേക്കൊക്കെ ഇനി ഞങ്ങൾ പോവും എന്നുള്ള ആ ഒരു ടെൻഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്ത്രീകളായാലും എനിക്കായാലും എൻ്റെ മക്കൾക്കായാലൊക്കെ അത് ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട്. മക്കളൊന്നും ഉറങ്ങിയിട്ടില്ല. ഇനി എന്ത് എന്നുള്ളതാണ്. ഈ പോലീസ് വന്നതിലൊരു വ്യക്തത ഇല്ല ഇപ്പോഴും ഇല്ല. ഞങ്ങളത് അന്വേഷിച്ചിട്ടില്ല. പിന്നെ എന്താന്നുള്ളത് പോലീസ് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞുള്ള ഒരു ഇതേ അറിയുള്ളൂ, ഒരു സാധാരണ ഉള്ള ഒരു അന്വേഷണം എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് നമുക്കുള്ളൊരു വിഷയമല്ല. സാധാരണ അവർ അന്വേഷിക്കുന്നതിനോടോ ഞങ്ങളിവിടെ സഹകരിക്കാറുണ്ട്, അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ 12 മണിൻ്റെ ശേഷം എന്ത് എന്നുള്ള ഒരു ഇതാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് DGPക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ കാരണം. ഇനി ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരരുതെന്ന് വിചാരിച്ചിട്ടാണ്. അതെ, എന്താണ് കാരണം എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ അന്വേഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കൊടുത്തത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വ്യക്തത ഇതുമായി കുടുംബത്തിന് ഉണ്ടായിട്ടില്ല? ഇല്ല, കുടുംബം ഞങ്ങൾക്ക് പിന്നെ വിളിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങോട്ടും വിളിച്ചിട്ടില്ല എന്താണെന്നുള്ളത്. സാധാരണ ഉള്ള ഒരു അന്വേഷണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇത് ആദ്യമായിട്ടാണ് പോലീസ് ഇങ്ങനെ വരുന്നത്? അതെ, ആദ്യമായിട്ടാണ്. സാധാരണ കാപ്പൻ ജയിലിൽ നിന്ന് പോന്ന ശേഷം ഇപ്പം 2 വർഷം കഴിഞ്ഞല്ലോ, അതിനിടയ്ക്ക് അന്നൊക്കെ ഒപ്പിടാനുണ്ടായിരുന്നു. എല്ലാ തിങ്കളാഴ്ചയും ഒപ്പിടാറുണ്ട്. ലക്നൌവിൽ കേസിന് പോകുമ്പോൾ മാത്രമാണ് തിങ്കളാഴ്ചത്തെ ഒപ്പിടൽ അവിടെ നിൽക്കൽ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പോവാറുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലൊക്കെ വന്ന് ഇവിടെ വന്ന് ഒരു ഫോട്ടോ എടുത്ത് പോകലുണ്ട്, വല്ലപ്പോഴുമാണ്. അത് വേങ്ങര പോലീസാണ്. വേങ്ങര പോലീസ്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒരു ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ പകൽ സമയത്ത് തന്നെയാണ്? പകൽ സമയത്താണ്. ഈ 12 മണിക്ക് ശേഷം വരും എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് ഇപ്പോൾ മാത്രമാണ്. അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ പേടിക്കും, സംശയിക്കും. ഇങ്ങനെ ഒരു വിഷയം 12 മണിക്ക് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പേടിക്കുന്നതേ നമ്മൾ പേടിച്ചിട്ടുള്ളൂ. അപ്പം അതായത് ഈ പോലീസിന്റെ ഈ നടപടിയിൽ ഒരു വ്യക്തത വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റൈഹാനത്ത് കാപ്പൻ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ജംഷീർ കുടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.